ഓക്കെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനൊന്ന് പറയാൻ വേണ്ടി പോണത് ഒരു മലയാള സിനിമയുടെ ഒരു റിവ്യൂ ആണ് പറയാൻ വേണ്ടി പോകുന്നത്. കുടുംബസ്ത്രീയും കുഞ്ഞാടും എന്ന് പറഞ്ഞൊരു സിനിമയുടെ റിവ്യൂ ആണ് പറയാൻ വേണ്ടി പോകുന്നത്. ഞാനങ്ങനെ പൊതുവേ ഈ റിവ്യൂ പറഞ്ഞ നേരത്ത് തിരക്കഥ അല്ലെങ്കിൽ ഈ സിനിമ എഴുതിയ ആൾക്കാരുടെ കാര്യങ്ങളൊന്നും പറയില്ല. പക്ഷേ ഈ സിനിമയിൽ ഞാൻ പറയത്തുള്ളൂ. അതായത് ശ്രീകുമാർ അറയ്ക്കൽ എന്ന് പറഞ്ഞൊരാളാണ് ഈ സിനിമയ്ക്ക് കഥ എഴുതിയിരിക്കുന്നത്. അത് ഇവിടെ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കുടുംബശ്രീയും കുഞ്ഞാടും എന്ന് പറഞ്ഞ ഈ സിനിമ എങ്ങനെയുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് എടുത്ത് വെച്ചേക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ മാത്രമല്ല. നമ്മളിപ്പോൾ ഒരു സിനിമ എടുക്കുകയാണ്. സിനിമ എടുക്കാൻ നേരത്ത് എല്ലാവർക്കും ഒരു ആഗ്രഹം കാണും സിനിമ എടുക്കുന്നത്. ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു താരമായി വരുന്ന ഒരാളാണ് ബെന്നി പീറ്റർ എന്നൊരാളാണ്. ഇതിൻ്റെ നിർമ്മാതാവും പുള്ളി തന്നെയാണ്. അദ്ദേഹമാണ് ഇതിലെ ലീഡ് റോളിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ കൂടെ ധ്യാൻ ശ്രീനിവാസൻ, അന്ന രാജൻ, കലാഭവൻ ഷാജോൺ, ജാഫർ ഇടുക്കി, ഗിന്നസ് പക്രു, പിന്നെ അങ്ങനത്തെ ഒട്ടനവധി താരങ്ങൾ. പിന്നെ സ്നേഹ ബാബു എന്നൊരു നായിക ഒരു റോള് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ സജു നവോദയ, പാഷാണം ഷാജി അദ്ദേഹം, പിന്നെ അങ്ങനത്തെ കുറച്ച് ആൾക്കാരൊക്കെയാണ് ഈ ഒരു റോളെല്ലാം ചെയ്യുന്ന ഈ സിനിമയ്ക്കകത്ത്. പിന്നെ ഒരു ഹാസ്യം അല്ലെങ്കിൽ ഒരു കുടുംബ പശ്ചാത്തലത്തിലെ കൂടെ കഥ പറഞ്ഞ ഈ സിനിമയിൽ കണ്ടിരിക്കാൻ വേണ്ടി പറ്റുന്ന ഈ ഒരു സിനിമയ്ക്കകത്ത് ഉള്ള ഒരു മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സോളിഡായിട്ടുള്ള ഒരു അടിസ്ഥാനമില്ലാത്തൊരു തിരക്കഥ. എന്തെങ്കിലും ചെയ്യാൻ നേരം നമ്മളൊരു ഇപ്പോൾ കഥ എഴുതുന്നത്, നമ്മൾ സിനിമ എടുക്കുന്നതിനൊക്കെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് വേണ്ടേ. ഇത് കണ്ടിരിക്കാം, പടം മോശമൊന്നുമില്ല, കണ്ടിരിക്കാൻ വേണ്ടി പറ്റിയ ഒരു ഇത് തന്നെ. പിന്നെ ബെന്നി പീറ്റർ എന്നിപ്പോൾ ഒരാളെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹമാണ് ഇതിൻ്റെ പ്രൊഡ്യൂസറൊക്കെ. ഇയാൾ എന്തിനു വേണ്ടിയാണ് ഈ സിനിമ എടുത്ത കാര്യത്തിനൊക്കെ, ഇനി ഒരു സിനിമ എടുക്കണമെന്ന് എനിക്കറിയാം എടുത്തതാണോ അതാ അന്യാരാജിൻ്റെ കൂടെ അഭിനയിക്കണം എന്നുള്ള കാര്യം വെച്ച് സിനിമ എടുത്തതെന്നുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. എന്നിരുന്നാലും ഇത് ഒരു അടിസ്ഥാനവുമില്ലാത്ത ഒരു കഥ, ഒരു രീതിക്കും ഒരു ലോജിക്കോ അല്ലെങ്കിൽ പെർഫെക്റ്റോ ഇല്ലാത്ത ഒരു കഥ. രണ്ട് രീതിക്കുള്ള ഒരു പശ്ചാത്തലമാണ് സിനിമ പറയുന്നത്. ഒന്നാമത്തത് ഗാനമേള സംഘത്തിൻ്റെ ഒരു മോഷണവും പിന്നെ ഭർത്താവ് ഭാര്യയെ സംശയിക്കുന്ന ഒരു കഥയും. അതായത് പഴയില്ല തളത്തിൽ ദിനേശൻ എന്നിപ്പോൾ ഒരു കഥാപാത്രം നമ്മൾ ശ്രീനിവാസിൻ്റെ വടക്ക് നോക്കി കേന്ദ്രത്തില്ല, അതിൻ്റെ ഒരു ലേറ്റസ്റ്റ് വെർഷൻ ആണ് ഒരു കഥാപാത്രം വരുന്നത്. നമ്മുടെ ഈ സിനിമയിലെ പ്രൊഡ്യൂസറായ ബെന്നി പീറ്ററാണ് ഈ സിനിമയിൽ ആ ഒരു റോള് ചെയ്യുന്നത്. സലീം കുമാറുണ്ട് ഈ സിനിമയിൽ. സലീം കുമാറിൻ്റെ കഥാപാത്രം ഏതോ ഒരു സെക്ഷത്തിൽ നേരത്തെ ഈ കാര്യം പറഞ്ഞിട്ട് ഇല്ല ശ്രീനിവാസിൻ്റെ തളത്തിൽ ദിനേശിൻ്റെ ഒരു അവസ്ഥ ആയില്ലേ, ഇത് തന്നെയാണ് ഇത്. പിന്നെ ആ രീതിക്ക് ഭാര്യയുടെ കാമുകൻ ആരാണ്, പിന്നെ അല്ലെങ്കിൽ ഒരു ബന്ധവുമില്ലാതെ നമ്മളെ ധ്യാനും കൂട്ടരും ഒരു മോഷണത്തിന് പോകുന്നു. ഷാജോൺ എന്ന് പറഞ്ഞൊരു കഥാപാത്രത്തിനുള്ളൊരു പ്രതികാരം കൊണ്ടാണ് ഇവർ ഈ ഒരു മോഷണങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതും തീരെ ലോജിക്കില്ലാത്തൊരു രീതിക്ക്. ഈ സിനിമ നമുക്ക് ബോറടിപ്പിക്കത്തില്ല. അത് ബോറടിപ്പിക്കാൻ നമുക്ക് ചുമ്മാ കണ്ടിരിക്കാം. അത് എന്താകും അങ്ങനെ ചുമ്മാ കണ്ടിരിക്കാം. പക്ഷേ ഒരു കഥയൊന്നുമില്ല, ഒരു ഫ്ലോയിൽ ഇങ്ങനെ പോകണം, നമ്മളതിൻ്റെ കൂടെ ഇങ്ങനെ പോകണം. ചുമ്മാ ഇവരെന്തൊക്കെയാണ് കാണിക്കുന്നതൊക്കെയുള്ള കാര്യങ്ങൾ കണ്ടിരിക്കാറ്. ഈ ധ്യാനും കൂട്ടരും, ഈ ബെന്നി പീറ്റർ, അന്യാരാജൻ, ഇവർക്കൊക്കെ എന്താണ് സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ അല്ലേ. പള്ളിയിലച്ഛൻ അവരെ സംശയിക്കുന്ന ഒരു കഥാപാത്രമാണ് ഈ ഒരു ബെന്നി പീറ്റർ ഇങ്ങനെ ചെയ്യുന്നത്. ആ ഒരു കഥാപാത്രം അച്ചായൻ എന്നാണ് ഈ കഥാപാത്രത്തിൻ്റെ പേര്. പിന്നെ ഇതിനകത്ത് നമ്മളെ ഈ പാഷാണ ഷാജി, പിന്നെ നമ്മളെ ശ്രീകുമാറിൻ്റെ വൈഫില്ല, അവരുടെ പേരെനിക്ക് ഓർമ്മയില്ല, അവർ ഒരു റോള് ചെയ്യുന്നുണ്ട് ഇതിനകത്ത്. അവർ രണ്ടിനെ കണ്ട സമയത്ത് ഒരു പണക്കാരെ വീടൊക്കെ ആവാൻ നേരത്ത് അവിടെയൊക്കെ ആരെങ്കിലുമൊക്കെ വേണമല്ലോ ഇങ്ങനത്തെ റോൾ. ഇത് പണ്ടില്ല ഒരു സിനിമയിൽ നമ്മളെ കൽപ്പന ചേച്ചിയും ജഗതി ശ്രീകുമാർ ചെയ്ത ഒരു തീമാണത്. എന്ന് വെച്ചാൽ വേലക്കാർ തമ്മിലുള്ളൊരു പ്രണയം. ഇതാണ് മറ്റൊരു തീമായിട്ട് ഇതിൽ ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ അങ്ങ് പോണ ഒരു പടം. ഇത് നമ്മളൊരു ഫ്ലോയിൽ ഇതിൻ്റെ കൂടെ അങ്ങ് പോവുകയാണ്. അത് തന്നെ എന്താകും അവിടെ അത് ചെയ്ത് ഇത് ചെയ്ത് അങ്ങനെ പോണ ഒരു പടം. ഇടയ്ക്ക് എവിടെയൊക്കെ കുറേ ചിരിക്കാനൊക്കെ ഒന്നുണ്ട്. പിന്നെ ഗിന്നസ് പക്രുവിൻ്റെയൊക്കെ ഒരു റോബറി അറ്റംപ്റ്റും കാര്യങ്ങളൊക്കെ രസകരമായ രീതിയിൽ കാണിച്ച് കൊള്ളാം, ഇത് കണ്ടിരിക്കാം എന്നുള്ള രീതി തന്നെയാണ് ഈ പടം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് എടുത്ത് പറയാൻ പറ്റുന്നില്ല. ഇത് ഞാൻ പൊതുവെ ഒരു കാര്യം പറഞ്ഞാൽ വെറുതെ എടുക്കാൻ വേണ്ടി വെച്ചൊരു പടം, വെറുതെ ഇവർക്കൊരു സിനിമ എടുക്കണം തോന്നി എടുത്തു. ഇത് തന്നെ അന്യാരാജിൻ്റെ ഒരു പബ്ലിസിറ്റി ഈ സിനിമയ്ക്ക് ഭയങ്കരമായിട്ട് യൂസ് ആയിട്ടുണ്ട്. പിന്നെ ധ്യാൻ, സ്നേഹ ബാബു, ആ ഒരു കോംബോ കാര്യങ്ങളൊക്കെ എല്ലാവരെ കൊണ്ടും അഭിനയിപ്പിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഒരു ജയകൃഷ്ണൻ എന്നൊരു ആക്ടറുണ്ട്, നമ്മുടെ പഴയ നടനാണ്. പുള്ളീനെയൊക്കെ കൊണ്ടുവന്നൊരു റോളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു കഥാപശ്ചാത്തലം മാറുന്ന കാര്യങ്ങളൊക്കെ. അതാണ് അവസാനമാണ് എന്താണ് ഇവരിങ്ങനെ ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ ലാസ്റ്റാണ് കാണിക്കുന്നത്. ഓക്കെ, അവിടെയെങ്കിലും കാണിച്ച സന്തോഷം. അതില്ലെങ്കിൽ അതും കൂടെ ഇല്ലെന്നാണ് ഞാൻ കരുതുന്നത്. അത് അവിടെയെങ്കിലും കാണിച്ചത് വലിയൊരു കാര്യമായിട്ട് ഇരിക്കുകയാണ്. പിന്നെ ഈ സിനിമയിൽ ഭയങ്കരമായ ഒരു ലക്ഷറി ലൈഫാണ് കാണിക്കുന്നതിനകത്ത്. ഈ അന്യാരാജിൻ്റെ ക്ലാര എന്ന് പറഞ്ഞ കഥാപാത്രം നമ്മളെ
അച്ചായൻ്റെ ഒരു കഥാപാത്രം. അന്നരാജി നോക്കാനാണെങ്കിൽ എന്തുമാത്രം സ്റ്റൈലിഷ് അല്ലെങ്കിൽ എന്തുമാത്രം ബ്യൂട്ടി ആയിട്ട് കാണിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. അന്നരാജിൻ്റെ കോസ്റ്റ്യൂമും കാര്യങ്ങളെല്ലാം പെർഫെക്റ്റ് ആയിട്ട് വന്നു. അന്നരാജിൻ്റെ ഒരു തീം വെച്ച് ഈ സിനിമയിൽ കുറേ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അന്നരാജൻ വെറുതെ ഡാൻസ് കളിക്കുന്നു, അങ്ങനെ 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 എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയിരിക്കുന്നുണ്ട്. ആ രീതിക്ക് ഒരു വെറുപ്പിക്കൽ കാണിച്ചിട്ടാണെങ്കിൽ നമ്മളെ ബോറടിപ്പിക്കാതെ കൊണ്ട് നിർത്തി എന്നുള്ള കാര്യമാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഒരു ഇത്. ഒന്നുമില്ല പടത്തിനകത്ത്, വെറുതെ ഒരു റോബറി, ഒരു സംശയം, അങ്ങനെ 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 കാണിച്ച് 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 പോയി സിനിമ എവിടെയോ തീരുന്നു. ഇത് തന്നെയാണ് കുടുംബസ്ത്രീയും കുഞ്ഞാടും. പിന്നെ ഈ ടൈറ്റിൽ ഈ സിനിമയ്ക്ക് തമ്മിൽ യാതൊരു ബന്ധവുമില്ല, ഒരു ബന്ധമില്ലാത്ത ഒരു ടൈറ്റിലും അതിനൊത്ത ഒരു പടം. അങ്ങനെയാണ് പോണത്. പിന്നെ ഇതിനകത്തൊരു പാട്ടുണ്ട്, എൻ്റെ പുണ്യാളെന്നൊരു പാട്ടുണ്ട്. ആ പാട്ട് കാണാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ സിനിമ കണ്ടത്. ആ പാട്ട് എപ്പോഴാണ് പ്ലേസ്മെൻറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഏറ്റവും ലാസ്റ്റാണ് ഈ പാട്ട് വരുന്നത്. പള്ളിപ്പെരുന്നാളിന് ഗാനമേള ബുക്ക് ചെയ്യാൻ വേണ്ടി ഷാജോണൊക്കെ വരികയാണ്. പിന്നെ ഷാജോണെ പറ്റി പറയാനാണെങ്കിൽ ഷാജോൺ ഭയങ്കര അഭിനയമാണ് ഇതിനകത്ത്, ഭയങ്കരമായ പെർഫോമൻസ് ഒക്കെയാണ്. ഒരു ലോജിക്കുമില്ലാത്ത കാര്യങ്ങളൊക്കെ പുള്ളി ചെയ്യും. കള്ളന് പൈസ കൊടുത്തിട്ട് കള്ളന് പൈസ കൊടുത്തിട്ട് കേസ് വിളിക്കാൻ വേണ്ടി നോക്കുന്ന ഒരു ബുദ്ധിമാനായ പോലീസുകാരെ, കള്ളൻ മുതലാക്കിയാണ് പോലീസുകാരനെ ആ രീതിക്ക്. അങ്ങനെ 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 പോയി സംശയങ്ങളും എന്തിനാണ് മോഷണങ്ങളൊക്കെ ആയ കാര്യങ്ങളൊക്കെ ഒരു തീർപ്പുണ്ടാക്കി സിനിമ തീരുകയാണ്. അങ്ങനെയാണ് പടം അവസാനിക്കുന്നത്. പരത്ത രീതിക്കുള്ള ഒരു കഥയോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെ 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 പോയി സിനിമ തീർന്നു. ഇത്രയുള്ള കാര്യങ്ങളൊക്കെ. ഇതാണ് കുടുംബസ്ത്രീയും കുഞ്ഞാടും എന്ന് പറഞ്ഞതിൻ്റെ സിനിമയുടെ എൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ. സോ ആ ഒരു കാര്യം വെച്ച് വേണമെങ്കിൽ കാണാം, വേണ്ടെങ്കിൽ കാണണ്ട എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുള്ളൂ. ഒരു നേരം പോക്കിന് ചുമ്മാ ഇരുന്ന് കാണാൻ വേണ്ടി പറ്റിയ ബെസ്റ്റ് സിനിമയാണ്. ബെസ്റ്റ് വെറുതെ ഇരുന്ന് കാണാം, വെറുതെ ഒരു പടം വെറുതെ ഇരുന്ന് കാണാം. അത് നമ്മളെ നേരം പോക്കിന് വേണ്ടി കാണാൻ വേണ്ടി പറ്റിയ ഒരു നോർമൽ സിനിമ തന്നെയാണ് ഈ കുടുംബസ്ത്രീയും കുഞ്ഞാടും. വേണമെന്നുള്ളതൊക്കെ എടുത്ത് വെച്ച് കാണാം. ടെലിഗ്രാമിലൊക്കെ ലിങ്ക് അവൈലബിൾ. എനിക്ക് ഇത്രേ പറയാൻ വേണ്ടിയുള്ളൂ. ഇതാണ് കുടുംബസ്ത്രീയും കുഞ്ഞാടും എന്ന് പറഞ്ഞ സിനിമയുടെ എൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ. സോ ആ ഒരു കാര്യം വെച്ച് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ മറ്റ് സിനിമയുടെ ഒരു വിഷയമായിട്ട് വരുന്നെങ്കിൽ ഇത് പറഞ്ഞ സൈനിങ് ഔട്ട്. ബൈ. ഓക്കെ.